അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. അമൽ തേനമ്പറമ്പിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അമൽ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അംഗീകരിച്ച വിജിലൻസ് റിപ്പോർട്ട്, ഇത് വിജിലൻസ് റിപ്പോർട്ട് മാത്രമേ ആകുന്നുള്ളൂ. പുതിയ DGP ആരാണെന്നും ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ MR അജിത് കുമാറിന്റെ പേര് ഉൾപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ, അതായത് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയായ P വിജയനെതിരെ ഒരു വ്യാജമായ പരാതി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിൽ MR അജിത് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിലെ ക്ലീൻ ചിറ്റ് കൊണ്ട് MR അജിത് കുമാർ രക്ഷപ്പെടുവോ? വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരുന്നതാണ്. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നലെ കണ്ണൂരിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ആ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത്. നിലവിൽ എന്തായാലും വിജിലൻസ് അന്വേഷണത്തിൽ MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആണ് ഈ പറയുന്ന DGPയുടെ ഒരു ശുപാർശ വന്നത്. P വിജയനെതിരെയുള്ള മൊഴി സംബന്ധിച്ച വിഷയത്തിൽ MR അജിത് കുമാറിന് കേസെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ശുപാർശ. പക്ഷേ ആ ശുപാർശയിൽ സർക്കാരിൻ്റെ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ DGP ആരെ, ദർവേഷ് സാഹിബിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത DGP ആരെ എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ സജീവമായി നടക്കുന്നു. ആ ചർച്ചയിൽ MR അജിത് കുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുന്നുണ്ട്. പൂരങ്കടക്കടക്കമുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. PV അൻവർ ഉന്നയിച്ച മറ്റു പല ആരോപണങ്ങളും, സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങളിലെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ആരോപണങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സംരക്ഷണം അജിത് കുമാറിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനെ കൂടുതൽ ശരിവെക്കുന്നതാണോ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്നുള്ള ചോദ്യമൊക്കെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അടക്കം ഈ വിഷയത്തിൽ തേടുന്നുണ്ട്. നിലവിൽ എന്തായാലും MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് അതേപടി തന്നെ മുഖ്യമന്ത്രിയും സർക്കാരും അംഗീകരിക്കുക കൂടി ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ കേസ് എടുക്കണമെന്നുള്ള ശുപാർശയിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്നിപ്പോൾ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ക്യാബിനറ്റ് ചേരുമ്പോൾ ഈ വിഷയം കൂടി പരിഗണനയിൽ വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു കേസ് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ DGP സ്ഥാനത്തേക്കുള്ള അജിത് കുമാറിന്റെ വരവ് അല്പം ബുദ്ധിമുട്ടാകും. അല്ല എങ്കിൽ ഒരുപക്ഷെ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അജിത് കുമാറിന്റെ പേരൊന്നും പ്രഥമമായി പരിഗണിക്കുന്ന പേരുകളുടെ കൂട്ടത്തിൽ ഇല്ല. പക്ഷേ എങ്കിലും 6 പേരുടെ പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം ആരോപണം നേരിട്ടൊരു ഉദ്യോഗസ്ഥൻ ആയിട്ട് കൂടി അജിത് കുമാറിന്റെ പേര് ആ പട്ടികയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനവും വന്നത്. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.